മലയാളം SCERT ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ 2ാമത്തെ യൂണിറ്റിലെ തോൽക്കില്ല ഞാൻ എന്ന കവിതയാണ്. ഭക്ഷണവും കുട്ടികളുമായി ബന്ധപ്പെട്ട ഒരു കഥ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലേ? മുന്തിരിങ്ങ എന്ന റഷ്യൻ കഥ. നമ്മുടെ ഭാഷയിലും മലയാള ഭാഷയിലും ഭക്ഷണവും കുട്ടികളും വിഷയമാകുന്ന രചനകൾ ഉണ്ട്. അത്തരത്തിലുള്ളൊരു കവിതയാണ് തോൽക്കില്ല ഞാൻ. കവിത നോക്കാം. മേരിയോടന്നും ചോദിച്ചു ഞങ്ങൾ, പേരെന്താ കുട്ടി, പേരൊക്കെയത്രേ. മേരിയോടന്നും ചോദിച്ചു ഞങ്ങൾ, പേരെന്താ കുട്ടി, പേരൊക്കെയത്രേ. ചോദ്യം ചോദിക്കുന്നത് ആരാണ്? ഞങ്ങൾ ആണല്ലേ ചോദിക്കുന്നത്. ചോദ്യം ചോദിക്കുന്നത് ഞങ്ങൾ. ആരോടാണ് ചോദിക്കുന്നത്? മേരിയോട്. മേരിയോടന്നും ചോദിച്ചു ഞങ്ങൾ. അപ്പോൾ ഞങ്ങളാണ് ചോദിക്കുന്നത്. ഈ ഞങ്ങൾ ആരൊക്കെയാണ് എന്ന് നമുക്ക് കവിത കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാകും. ചോദിക്കുന്നത് മേരിയോടാണ്. എന്താ ചോദിക്കുന്നത്? പേരെന്താ കുട്ടി അല്ലേ? എന്താ പേര് എന്നാ ചോദിക്കുന്നത് അല്ലേ? കുട്ടിയുടെ പേരെന്താ എന്നാ ചോദിച്ചത്. അപ്പോൾ എന്തായിരുന്നു പേര് പറഞ്ഞത്? പേരൊക്കെയത്രേ. എന്താണ് പേര്? പേരക്ക അല്ലേ? ചോദ്യം ചോദിക്കുന്നത് ഞങ്ങൾ ആണ്. ആ ഞങ്ങൾ ആരാണെന്ന് ഇവിടെ പറയുന്നില്ല. ചോദിക്കുന്നത് മേരിയോടാണ്. ഉത്തരം പറയുന്നത് മേരിയാണ്. മേരി എന്താ മറുപടി പറയുന്നത്? പേരയ്ക്ക അല്ലേ? പേരയ്ക്ക എന്നാണ് പേരെന്താന്ന് ചോദിച്ചപ്പോൾ മേരി മറുപടി പറഞ്ഞത്. തട്ടിന് മുട്ട് പറയുന്ന കുട്ടിയാണല്ലേ മേരി. മേരി എന്നല്ലേ ശരിയായ പേര്. അപ്പോൾ പേര് അവർക്ക് അറിയാഞ്ഞിട്ടല്ല, ആ കുഞ്ഞിൻ്റെ കുറുമ്പ് കാണാൻ വേണ്ടിയാണ് ചോദിക്കുന്നത്. പിന്നെന്താ ചോദിക്കുന്നത് നോക്കാം. മേരിയോടന്നും ചോദിച്ചു ഞങ്ങൾ, പേരെന്താ കുട്ടി, പേരൊക്കെയത്രേ. നാണം കെട്ടു മടങ്ങില്ല ഞങ്ങൾ. പേരെന്താന്ന് ചോദിച്ചപ്പോൾ പേരക്ക എന്നാണ് കുട്ടി മറുപടി പറഞ്ഞത്. എന്നിട്ട് അല്പം പോലും ചമ്മലൊന്നും ഞങ്ങൾക്കുണ്ടായില്ല. ഞങ്ങൾ നാണം കെട്ട് മടങ്ങാൻ തയ്യാറായില്ല. അടുത്ത ചോദ്യവുമായി ഇറങ്ങി. എന്താണ് അടുത്ത ചോദ്യം നോക്കാം. നാണം കെട്ടു മടങ്ങില്ല ഞങ്ങൾ, നാടെന്താ കുട്ടി, നാരങ്ങയത്രേ. അടുത്ത ചോദ്യം എന്തായിരുന്നു? എന്താ നാട്ടിൻ്റെ പേര് അല്ലേ? എവിടുന്നാ വരുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ നാടേതായിരുന്നു? നാരങ്ങ അല്ലേ? നിങ്ങളുടെ വീട്ടിനടുത്തും അല്ലേ നിങ്ങളുടെ കൂട്ടത്തിലും പേരെന്താ എന്ന് ചോദിക്കുമ്പോൾ പേരയ്ക്ക എന്നും നാടേതാന്ന് ചോദിക്കുമ്പോൾ നാരങ്ങ എന്നും പറയുന്നവരുണ്ടാകുമോ? ഉണ്ടാവും അല്ലേ? അപ്പോൾ എന്തായാലും മേരി പേര് ചോദിച്ചാൽ പേരക്ക എന്നാണ് പറയാറ്. നാടേതാന്ന് ചോദിച്ചാൽ നാരങ്ങ എന്നും. ബാക്കി നോക്കാം. പട്ടുകൂമ്പാള കോണമെടുത്തു, പ്ലാവില പൊൻകിരീടവും വച്ചു, പയ്യെ പയ്യെ അത്തെങ്ങിൻ മടലിൻ പൈക്കിടാവിനെ ആട്ടിത്തെളിച്ചു. ഇനി അടുത്തതായിട്ട് പറയുന്നത് ഈ പേരക്കക്കുട്ടിയുടെ വേഷം എന്താണ് എന്നാണ്. എന്താണ് വേഷം? എന്ത് വേഷമാണ് ധരിച്ചിരിക്കുന്നത്? പട്ടുകൂമ്പാള കോണമെടുത്തു. നാരങ്ങ നാട്ടിൽ നിന്ന് വന്ന പേരക്കുട്ടിയുടെ വേഷം എന്താണ്? കോണകമാണല്ലേ? കോണകമാണ് വേഷം. കോണകം എന്ന് പറഞ്ഞാൽ അരയിൽ മാത്രം ഉടുക്കുന്ന വസ്ത്രമാണ്. എന്തുകൊണ്ടാണ് ഇവിടെ കോണകം ഉണ്ടാക്കിയിട്ടുള്ളത്?
കൂമ്പാള കൊണ്ടാണ്. കൂമ്പാള എന്ന് പറഞ്ഞാൽ കവുങ്ങിൻ്റെ പൂക്കുലയെ പൊതിഞ്ഞു നിൽക്കുന്ന പാളയാണ് കൂമ്പാള. കവുങ്ങിൻ്റെ പൂക്കുല പിന്നീട് അടയ്ക്കയായിട്ട് വിരിയുന്നില്ലേ? അപ്പോൾ അതിൻ്റെ കുഞ്ഞു പ്രായത്തിൽ, അടയ്ക്കയുടെ കുഞ്ഞു പ്രായത്തിൽ പൂവായിരിക്കുന്ന സമയത്ത് അതിനെ പൊതിഞ്ഞു നിൽക്കുന്ന ചെറിയ പാളയാണ്, നല്ല സോഫ്റ്റായ പട്ടുപോലെ മൃദുലമായ മിനുസമായ പാളയാണ് ഇവിടെ കോണകമായി ഉടുത്തിരിക്കുന്നത് നമ്മുടെ പേരയ്ക്കക്കുട്ടി, മേരിക്കുട്ടി. പട്ടുകൂമ്പാളക്കോണമുടുത്തു പ്ലാവില പൊൻകിരീടവും വച്ചു. പിന്നെ ഒരു കിരീടവുമുണ്ട്. എന്തുകൊണ്ടാണ് കിരീടം ഉണ്ടാക്കിയിട്ടുള്ളത്? പ്ലാവില കൊണ്ട്. പഴുത്ത പ്ലാവില കണ്ടിട്ടില്ലേ? പൊന്നിൻ്റെ നിറമാണല്ലേ. പ്ലാവില കൊണ്ട് ഭംഗിയുള്ള ഒരു കിരീടവും ഉണ്ടാക്കി തലയിൽ വച്ചിട്ടുണ്ട്. പട്ടു കോണകവുമെടുത്ത് പ്ലാവില കൊണ്ടുള്ള കിരീടവും തലയിൽ ചൂടിയാണ് നമ്മുടെ പേരയ്ക്കക്കുട്ടി, നാരങ്ങ നാട്ടിലെ പേരയ്ക്കക്കുട്ടിയായ മേരിക്കുട്ടി വരുന്നത്. പിന്നെ എന്തു ചെയ്തുകൊണ്ടാണ് വരുന്നത് എന്നാണ് അടുത്തതായിട്ട് പറയുന്നത്. പയ്യെ പയ്യെ അത്തെങ്ങിൻ മടലിൻ പൈക്കിടാവിനെ ആട്ടിത്തെളിച്ചു. പൈക്കിടാവിനെ ആട്ടിത്തെളിച്ചുകൊണ്ടാണ് വരുന്നത്. പൈക്കിടാവ് പശുക്കുട്ടി, കിടാവ് തന്നെ കുട്ടിയാണ്. പൈക്കിടാവ് പശുവിൻ്റെ കുട്ടി. ഇവിടെ പശുവിൻ്റെ കുട്ടി എന്താണ്, എന്തിനെ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? തെങ്ങിൻ മടൽ കൊണ്ട്. തെങ്ങിൻ്റെ ഓല കണ്ടിട്ടില്ലേ? തെങ്ങോല. തെങ്ങോലയുടെ ആ ഓലയില്ലാത്ത ഭാഗം, ഓലയുടെ ഓലക്കൈ എന്നാണ് പറയുക. ഓലക്കൈ ഇല്ലാതെ അതിൻ്റെ അറ്റത്തുള്ള വണ്ണമുള്ള ഭാഗമില്ലേ, അത് മുറിച്ചിട്ട് അതിൻ്റെ മേലെ ഒരു കമ്പിൻ്റെ കഷ്ണമൊക്കെ കുത്തി തറപ്പിച്ച് അതിനൊരു കയറ് കെട്ടിയാൽ പശുക്കുട്ടിയായി. നിങ്ങൾക്കൊക്കെ അങ്ങനെയുള്ള പശുക്കുട്ടിയെ ഉണ്ടാക്കി തന്നിട്ടുണ്ടോ? എന്തായാലും മേരിക്കുട്ടിക്ക് അങ്ങനെയുള്ള പൈക്കിടാവിനെ മേരിക്കുട്ടിയുടെ മുത്തച്ഛനോ മുത്തശ്ശിയോ മറ്റോ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതിനെയും വലിച്ചുകൊണ്ടാണ് വരുന്നത്. തെങ്ങിൻ മടൽ കൊണ്ടുണ്ടാക്കിയ പൈക്കിടാവിനെയും ആട്ടിത്തെളിച്ചുകൊണ്ട്, അല്ലേ? പശുവിനെ നമ്മൾ ആട്ടിത്തെളിച്ചുണ്ട്, നടക്ക് പയ്യേ അല്ലേ എന്ന് പറഞ്ഞുകൊണ്ടല്ലേ അതിനെ മേയ്ക്കാനൊക്കെ കൊണ്ടുപോവുക. അതുപോലെ ഈ തെങ്ങിൻ മടൽ കൊണ്ടുണ്ടാക്കിയ പൈക്കിടാവിനെ ആട്ടിത്തെളിച്ചു കൊണ്ടാണ് മേരിക്കുട്ടി വരുന്നത്. പയ്യെ പയ്യെ, പതുക്കെ പതുക്കെ. കുഞ്ഞു പാവയാണ്, ചെറിയ കുട്ടിയാണല്ലേ. അപ്പോൾ അവൾ പതുക്കെ പതുക്കെ തെങ്ങിൻ മടൽ കൊണ്ടുണ്ടാക്കിയ പൈക്കിടാവിനെ മാട്ടിത്തെളിച്ച് നാരങ്ങ എന്ന വിശ്വപ്രസിദ്ധ നാട്ടിലെ കൊച്ചു റാണി വരുമ്പോൾ. നാരങ്ങ നാട്ടിലെ റാണി അല്ലേ? നാരങ്ങയാണ് നാട് എന്ന് പറഞ്ഞല്ലോ. നാരങ്ങ നാട്ടിൽ നിന്നാണ് താൻ വരുന്നത് എന്നാണല്ലോ പറഞ്ഞത്. അങ്ങനെ വിശ്വപ്രസിദ്ധമായ, ലോകപ്രസിദ്ധമായ നാരങ്ങ എന്ന നാട്ടിലെ കൊച്ചുറാണി അല്ലേ? ഇവിടെ ആരെയാണ് കൊച്ചുറാണി എന്ന് പറഞ്ഞിരിക്കുന്നത്? മേരിക്കുട്ടിയെ അല്ലേ? നാരങ്ങ എന്ന വിശ്വപ്രസിദ്ധ നാട്ടിലെ കൊച്ചുറാണി വരുന്നത് കാണുമ്പോൾ കൂമ്പാളക്കോണകവും പ്ലാവില കൊണ്ടുള്ള കിരീടവും പിന്നെ തെങ്ങിൻ മടൽ കൊണ്ടുണ്ടാക്കിയ പശുക്കുട്ടിയുമായി ഈ മേരിക്കുട്ടി, നാരങ്ങ നാട്ടിലെ കൊച്ചുറാണി വരുന്നത് കാണുമ്പോൾ തൻ കരത്താൽ മുഖം മറച്ചെൻ്റെ അപ്പച്ചൻ പോലും പൊട്ടിച്ചിരിക്കും. ഇങ്ങനെ വരുന്നത് കാണുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ കവിത എഴുതിയ ആളാണല്ലേ, എൻ്റെ അപ്പച്ചൻ പോലും പൊട്ടിച്ചിരിക്കും എന്ന്. കവിയുടെ അപ്പച്ചൻ പോലും, അച്ഛൻ പോലും ഈ കാഴ്ച കണ്ട് കൈകൊണ്ട് മുഖം മറച്ച് പൊട്ടിച്ചിരിക്കും എന്ന്. പൊതുവെ ഗൗരവക്കാരായിരിക്കും അല്ലേ അച്ഛന്മാരൊക്കെ? അമ്മമാരെ പോലെ കൂടുതൽ വർത്തമാനമൊന്നും പറയാതെ ഗൗരവക്കാരായി ഇരിക്കുകയല്ലേ പൊതുവെ അച്ഛന്മാർ ചെയ്യുക. പക്ഷേ ഇവിടെ ഈ കാഴ്ച കണ്ടാൽ ഗൗരവക്കാരനായ തൻ്റെ അച്ഛൻ പോലും, തൻ്റെ അപ്പച്ചൻ പോലും പൊട്ടിച്ചിരിക്കും എന്നാണ് കവി പറയുന്നത്. തൻ കരത്താൽ മുഖം മറച്ചെൻ്റെ, തൻ്റെ കൈ കൊണ്ട്, കരം എന്ന് പറഞ്ഞാൽ കൈയാണ്, കൈ കൊണ്ട് മുഖം മറച്ച് അപ്പച്ചൻ പോലും ചിരിച്ചു പോകും ഈ വരവ് കണ്ടാൽ എന്ന്. ഇനി അടുത്തത് നോക്കാം. അക്കിനാവിനെ കാണുമ്പോഴെല്ലാം അമ്മ ചെന്നങ്ങ് വാരിയെടുക്കും.
അപ്പച്ചൻ പൊട്ടിച്ചിരിക്കുക ചെയ്യെങ്കിൽ അമ്മ എന്താണ് ചെയ്യുന്നത്? അക്കിനാവിനെ, സ്വപ്നം പോലെയുള്ള കിനാവ് പോലെയുള്ള സുന്ദരി കുട്ടിയെ കാണുമ്പോൾ അമ്മ ഓടിച്ചെന്ന് വാരിയെടുക്കും അവളെ. ചുറ്റുമെത്തുന്ന ഞങ്ങളും ഓരോ വർത്തമാനങ്ങൾ ചോദിച്ചിരിക്കും. വാരിയെടുത്ത് നിൽക്കുന്ന അമ്മയുടെ അടുത്തായിട്ട് ഞങ്ങളെല്ലാം പോവും. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഞങ്ങൾ അല്ലേ, ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഞങ്ങൾ കവിയും കവിയുടെ സഹോദരങ്ങളും ഒക്കെ ആയിരിക്കാം അല്ലേ, കവിയുടെ ഏട്ടനോ അനിയനോ അനുജത്തിയോ ഒക്കെ ആയിരിക്കാം. അപ്പോൾ ഞങ്ങളും ഓരോ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് അവളുടെ അടുത്ത് ചുറ്റിപ്പറ്റിയിരിക്കും. ഇനി എന്തൊക്കെ ചോദ്യങ്ങളാണ് ചോദിക്കുക എന്നാണ് അടുത്തതായിട്ട് പറയുന്നത്. മാമൂൻ ഇന്നെന്തു കൂട്ടി നീ പെണ്ണേ, അല്ലേ, മാമൂന് ഇന്ന് എന്താണ് നീ കൂട്ടിയത്? മാമു എന്ന് പറഞ്ഞാൽ എന്താ? ചോറല്ലേ. ചോറിന് എന്താണ് ഇന്ന് കൂട്ടിയത്? എന്തായിരുന്നു കൂട്ടാൻ കഴിച്ചത്? ചോറിൻ്റെ കറി എന്തായിരുന്നു? എന്താ കഴിച്ചത് എന്ന് ചോദിക്കും. മാമൂൻ ഇന്നെന്തു കൂട്ടി നീ പെണ്ണേ, മീമി ചുട്ടതാണമ്മച്ചി തന്നേ. അവൾ എന്ത് മറുപടി പറയും? മീമി ചുട്ടത് അല്ലേ, മീനാണല്ലേ, മീൻ ചുട്ടതാണ് അമ്മ ചോറിന് കൂട്ടാനായി തന്നത്. മീമി ചുട്ടതാണമ്മച്ചി തന്നേ. കള്ളി നീ അതിലെന്തൊക്കെ തിന്നു? കള്ളിപ്പെണ്ണേ, നീ അതിലെന്തൊക്കെയാണ് തിന്നത്? മുഴുവനും കഴിച്ചോ? എന്താണ് കഴിച്ചത് അതിലെ എന്ന് ചോദിച്ചു. കള്ളി നീ അതിലെന്തൊക്കെ തിന്നു, അല്ലേ, കുട്ടികൾ ചോറും കറിയൊക്കെ കൊടുത്താൽ മുഴുവനും കഴിക്കണമെന്നൊന്നുമില്ല അല്ലേ. മീൻ കൊടുത്താൽ മീൻ മുഴുവനും കഴിക്കണമെന്നില്ല, ചോറും കഴിക്കണമെന്നില്ല. അപ്പോൾ അവളോട് ചോദിക്കുകയാണ്, നീ അത് മുഴുവനും കഴിച്ചോ? എന്തൊക്കെയാണ് കഴിച്ചത് എന്ന് ചോദിച്ചു. മുള്ളു മാത്രം ഞാൻ തുപ്പിക്കളഞ്ഞു. മേരിക്കുട്ടി എന്താ പറഞ്ഞത്? മുഴുവനും കഴിച്ചു, മുള്ളു മാത്രമേ തുപ്പിക്കളഞ്ഞുള്ളൂ അല്ലേ. മുള്ളു മാത്രം ഞാൻ തുപ്പിക്കളഞ്ഞു, ബാക്കിയൊക്കെ ഞാൻ കഴിച്ചു എന്നാണ് അവൾ പറഞ്ഞത് അല്ലേ. മുള്ളു മാത്രം ഞാൻ തുപ്പിക്കളഞ്ഞു, ബാക്കിയൊക്കെ കഴിച്ചു, മുള്ളു മാത്രമേ തുപ്പിക്കളഞ്ഞുള്ളൂ. കണ്ണു രണ്ടും വയറ്റിൽ മുളച്ച് വൻമരങ്ങളായി വന്നാലോ പെണ്ണേ. അപ്പോൾ മുള്ളു മാത്രമേ കളഞ്ഞുള്ളൂ, മീനിൻ്റെ കണ്ണ് കളഞ്ഞില്ല. അതാണല്ലേ ചോദ്യം. മീനിൻ്റെ കണ്ണുകൂടി കളയേണ്ടതാണ്. കണ്ണ് കളയാതെ വയറ്റിലെത്തിക്കഴിഞ്ഞാൽ അത് വലിയ മീൻമരമായിട്ട് മാറും. അങ്ങനെ വളർന്നു വയറ്റിൽ നിന്നും പുറത്തേക്ക് വന്നാലോ പെണ്ണേ എന്നായി അടുത്ത ചോദ്യം. കണ്ണു രണ്ടും വയറ്റിൽ മുളച്ച് വൻമരങ്ങളായി വന്നാലോ പെണ്ണേ. വലിയ മരമായിട്ട് വളർന്നു വന്നാലോ നിന്റെ വയറ്റിൽ നിന്നും. മേരിക്കുട്ടി എന്താ മറുപടി പറയുന്നത്? മാന്തളിനൊറ്റ കണ്ണല്ലേയുള്ളൂ, മാറി നിന്നവൾ കൊഞ്ഞനം കാട്ടും. അതിന് രണ്ട് കണ്ണൊന്നും ഇല്ലല്ലോ മാന്തൾ മീനിന്. മാന്തൾ എന്നുള്ള മീൻ അറിയാലോ നിങ്ങൾക്ക്, നങ്ക് എന്നൊക്കെ പറയുന്ന മീൻ, തൊലി പൊളിക്കുന്ന ആ മീനിൻ്റെ മറ്റ് മീനുകളുടേതുപോലെ മറ്റു മീനുകൾക്കൊക്കെ തലയുടെ രണ്ട് വശങ്ങളിലുമായിട്ടാണ് കണ്ണുണ്ടാവുക. ഇതിൻ്റെ വയറിൻ്റെയൊക്കെ ഭാഗത്ത് ഇങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ ഒരു കണ്ണ് മാത്രമുള്ളതായിട്ടേ തോന്നുള്ളൂ. അപ്പോൾ അതാണ് അവൾ പറഞ്ഞത്, മാന്തളിന് ഒരു കണ്ണല്ലേ ഉള്ളൂ, പിന്നെ എങ്ങനെയാണ് അത് മുളച്ചു വരിക എന്ന് പറഞ്ഞിട്ട് കൊഞ്ഞനം കാട്ടും. അങ്ങനെ ആ ചോദ്യത്തിൽ നിന്നും അവൾ രക്ഷപ്പെട്ടു, മുഖം കൊണ്ട് ഗോഷ്ടി കാണിച്ചിട്ട്. നിങ്ങൾക്ക് കൊഞ്ഞനം കാട്ടാൻ അറിയോ? എങ്ങനെയാണ് കാട്ടുക? എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പോൾ അതുപോലെ തന്നെയാണ് മേരിക്കുട്ടിയും കൊഞ്ഞനം കാട്ടി ഗോഷ്ടി കാണിച്ച്, മുഖം കൊണ്ട് ഗോഷ്ടി കാണിച്ചാണ് ആ ഒരു ചോദ്യത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. മേരിക്കുട്ടിയുടെ കവിത ഇഷ്ടമായോ? വീട്ടിൽ നിന്ന് അമ്മയ്ക്കൊക്കെ ചൊല്ലിക്കൊടുക്കണം കേട്ടോ. ഇനി അതിൻ്റെ പ്രവർത്തനങ്ങൾ നോക്കാം. ആദ്യത്തെ ചോദ്യം, നാരങ്ങാനാട്ടിലെ കൊച്ചുറാണിയുടെ ചിത്രം കണ്ടില്ലേ? കവിത വായിച്ചപ്പോൾ മനസ്സിൽ തെളിഞ്ഞ കൊച്ചുറാണിയുടെ ചിത്രം വരയ്ക്കൂ. ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ കാണുന്ന കൊച്ചുറാണിയുടെ ചിത്രവും കൂടാതെ കവിതയിൽ പറയുന്ന കൊച്ചുറാണിയുടെ ചിത്രവും രണ്ട് വ്യത്യസ്തമാണല്ലേ. അപ്പോൾ കവിത വായിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഏത് ചിത്രമാണോ പതിഞ്ഞത്? കൂമ്പാളക്കോണകവും പ്ലാവില കൊണ്ടുള്ള കിരീടവും ഒക്കെ ആയിട്ട് വരുന്ന അല്ലേ, പയ്യനെ ആട്ടിത്തെളിച്ചുകൊണ്ട്, തെങ്ങോല മടൽ കൊണ്ടുണ്ടാക്കിയ പയ്യനെ പൈക്കിടാവിനെ ആട്ടിത്തെളിച്ചു കൊണ്ടുവരുന്ന മേരിക്കുട്ടിയുടെ ചിത്രം വരയ്ക്കാം. അടുത്ത ചോദ്യം,
ചിത്രത്തിലെ കൊച്ചുറാണിയുടെയും കവിതയിലെ കൊച്ചുറാണിയുടെയും വേഷവിധാനങ്ങൾ തമ്മിൽ എന്തെല്ലാം വ്യത്യാസമുണ്ട്? നല്ല വ്യത്യാസമുണ്ടല്ലേ ചിത്രത്തിൽ കാണുന്നതും കവിതയിൽ പറയുന്നതുമായ രൂപങ്ങൾക്ക്? ഇവിടെ നോക്കൂ, ചിത്രത്തിലെ റാണി പട്ടുപാവാടയും ബ്ലൗസുമാണ് ധരിച്ചിട്ടുള്ളത്. മനോഹരമായ ശിരോവസ്ത്രം, തലയിലൊരു ഷാള് പോലെ ഇട്ടിട്ടുണ്ടല്ലേ. പിന്നെ ഇല കൊണ്ടുള്ള കിരീടവും ഉണ്ട്. നാരങ്ങയുടെ പുറത്ത് ഇരിക്കുന്നത് പോലെയാണ് ചിത്രം. കവിതയിൽ പറയുന്നതോ? കവിതയിലെ കൊച്ചുറാണി കൂമ്പാള കൊണ്ടുള്ള കോണകവും പ്ലാവില കൊണ്ടുള്ള കിരീടവുമാണ് അണിഞ്ഞിരിക്കുന്നത്. ഓലമടൽ കൊണ്ടുള്ള പൈക്കിടാവിനെ ആട്ടിത്തെളിച്ചുകൊണ്ട് നിൽക്കുന്നു. അടുത്ത ചോദ്യം, മുന്തിരിങ്ങ തിന്ന വാന്യയും മാന്തൾ തിന്ന മേരിയും കുടുങ്ങിപ്പോയ സന്ദർഭത്തിൽ നിന്നും രക്ഷപ്പെട്ടത് എങ്ങനെ? രക്ഷപ്പെട്ട മാർഗങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ടോ? അല്പം വ്യത്യാസമുണ്ടല്ലേ. എന്താണ് വ്യത്യാസം? മുന്തിരിങ്ങയിലെ വാന്യ പിടിക്കപ്പെടും എന്ന് മനസ്സിലായപ്പോൾ ഉറക്കെ കരഞ്ഞും, മാന്തൾ തിന്ന മേരി മാന്തളിന് ഒറ്റ കണ്ണു മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞ് കൊഞ്ഞനം കാട്ടിയുമാണ് രക്ഷപ്പെടുന്നത്. വേറെ കുറച്ച് ചോദ്യങ്ങൾ. മേരിയുടെ വേഷം എങ്ങനെയുള്ളതാണ്? പട്ടുകൂമ്പാള കൊണ്ടുള്ള കോണകവും പ്ലാവില കൊണ്ടുള്ള കിരീടവുമാണ് മേരിയുടെ വേഷം. എന്തു ചെയ്തുകൊണ്ടാണ് മേരി വീട്ടിലേക്ക് വരുന്നത്? തെങ്ങിൻ മടലുകൊണ്ടുണ്ടാക്കിയ പൈക്കിടാവിനെ ആട്ടിത്തെളിച്ചുകൊണ്ടാണ് മേരി വരുന്നത്. നാരങ്ങ രാജ്യത്തെ കൊച്ചുറാണി ആരാണ്? മേരി. കുറച്ച് പര്യായപദങ്ങൾ, അർത്ഥം ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉണ്ട്. പദങ്ങൾ: മുഖം, വദനം, ആനനം, കരം, കൈ, പാണി, വിശ്വം, ലോകം, ജഗത്ത്. പിരിച്ചെഴുതുക. മറച്ചെൻ്റെ, മറച്ച് പ്ലസ് എൻ്റെ. വാരിയെടുക്കും, വാരി പ്ലസ് എടുക്കും. ഞങ്ങളും ഓരോ, ഞങ്ങളും പ്ലസ് ഓരോ. ഇനി അടുത്ത പാഠവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം.